നമസ്കാരം. രാവിലെ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ ഏവരും ആഗ്രഹിക്കുന്നു ഇന്ന് നന്നായി പോകണമേ, നല്ലൊരു സന്തോഷമുള്ള ഒരു ദിവസമായി പരിണമിക്കണം എന്നുള്ളതാണ്. ഇതിലേക്കൊരു അത്യാവശ്യ ഘടകം നമ്മൾക്ക് ഉള്ള ഈ പരിമിതികളെല്ലാം മറന്ന് ഉള്ളതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ എവിടെയോ നഷ്ടപ്പെടുത്തി കളഞ്ഞു. കാരണം ഇല്ലാത്തതിനെ നോക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ പരക്കം പായുകയാണ്. ഒന്ന് ചിന്തിച്ച് നോക്കുക, നമ്മൾക്ക് എന്താണ് ഇല്ലാത്തത് എന്നുള്ളതാണ്. എല്ലാം ഉണ്ട്. ഉള്ളതിനെ നോക്കാതെ ഉള്ളതിന് ദൈവത്തോട് നന്ദി പറഞ്ഞ്, ഈശ്വരനോട് നന്ദി പറഞ്ഞ് ഒരു ആത്മവിശ്വാസം കൂടി മുന്നോട്ട് പോയി അതിനുശേഷം നമ്മുടെ ഈ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മുന്നോട്ടുള്ള യാത്രയിൽ തടസ്സം ഉണ്ടാകില്ല എന്നുള്ളതാണ്. കാരണം ഇവിടെ ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള ഒരു വിഷയം നാം മറന്നു കഴിഞ്ഞു. രാവിലെ നാം കണ്ണ് തുറക്കുമ്പോൾ തന്നെ നമുക്കുള്ളതിനെയൊക്കെ കണ്ട്, ഈശ്വരാ എനിക്കിന്ന് 3 നേരം ആഹാരം ലഭിക്കുന്നു, വളരെ നന്ദിയുണ്ട്. ആ ആഹാരത്തിന് മുന്നിൽ ഇരിക്കുമ്പോൾ ആഹാരം എവിടെ നിന്നാണ് വന്നത്? ഭക്ഷണ സാധനം, അരി ഏതോ സംസ്ഥാനത്ത് നിന്നും ആരോ ഉണ്ടാക്കിയ ഒരു പച്ചരി, ഇല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാക്കിയ സാധനങ്ങൾ, പച്ചക്കറി എല്ലാം തന്നെ നമ്മുടെ മുമ്പിലുണ്ട്, പ്ലേറ്റിലുണ്ട്. അത് നാം കഴിക്കുന്നു. അതിലേക്ക് കണ്ണോട്ടം പോലുമില്ല. എവിടെയോ നോക്കിക്കൊണ്ട്, എവിടെയോ ചിന്തിച്ചുകൊണ്ട്, എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് നാം വയറ്റിനകത്താക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഏവരും ചിന്തിക്കുക. പക്ഷേ നമ്മൾ കാക്ഷിക്കുന്നതോ സന്തോഷം. ഉള്ള സന്തോഷം കാണുന്നില്ല. കയ്യിലുള്ളത് മറന്ന് അതിന് സിദ്ധമന്നം പരിത്യജ്യ ഭിക്ഷാം അടതി ദുർമതിഹി എന്ന് പറഞ്ഞു. സിദ്ധമന്നം പരിത്യജ്യ, അതായത് സിദ്ധിച്ച വസ്തുവിനെ കളഞ്ഞിട്ട് ഭിക്ഷയെടുക്കുകയാണ് എന്ന് പറയുന്നത് ആചാര്യന്മാരുടെ പരമ്പരയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്, ഒരു മഹത് ഉപദേശമാണത്. സിദ്ധമന്നം പരിത്യജ്യ, എന്താണ് നമ്മുടെ മുമ്പിലുള്ളത് അതിനെ തട്ടി ദൂരെ കളഞ്ഞ ശേഷം ഇല്ലാത്തതിന് വേണ്ടി നാം ഭിക്ഷയെടുക്കുകയാണ് എന്നുള്ള ഒരു വസ്തുത, ഇത് ഒരു വലിയൊരു മാറ്റത്തിലേക്ക് കാരണമാകുമെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ വീക്ഷണമാണല്ലോ നമ്മുടെ ലോകം. ലോക്യത്തെ അനുഭൂയതേ ലോകഃ. നമ്മുടെ ലോകമെല്ലാം അങ്ങനെ തന്നെയാണ്. ലോക്യത്തെ അനുഭൂയതേ, നമ്മൾ സ്വന്തമായിട്ട് അനുഭവിച്ച് മുന്നോട്ട് പോകുന്നു. ഇതിലേക്കായിക്കൊണ്ട് ഒരൊറ്റ വിഷയം മാത്രം നാം ചിന്തിക്കുക. നമ്മൾ കാണുന്നതും നമുക്കുള്ളതും ഇപ്പോഴുള്ള എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കൾക്കെല്ലാം തന്നെ നന്ദി പറഞ്ഞുകൊണ്ട്, പ്രകൃതിയോട് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു ദിവസം തുടങ്ങി നോക്കുക. അന്നേ ദിവസം തീർച്ചയായിട്ടും വളരെ നല്ല രീതിക്ക്, നല്ല സന്തോഷത്തോടു കൂടി നീങ്ങും. അതിൽ സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഇത് ഒരു ദിവസത്തിൽ നാം നിർത്തേണ്ട കാര്യമാണോ എന്നുള്ളതാണ്. ഇതൊരു ശീലമാക്കണം. ശീലം സർവത്ര വൈധനം, വിദേശേഷു വിദ്യാധനം, വ്യസനേഷു ബുദ്ധിർധനം, പരലോകേ ധനം ധർമ്മം, ശീലം സർവത്ര വൈധനം എല്ലായ്പ്പോഴും പറഞ്ഞു വരുന്ന ശ്ലോകമാണ്. കാരണം ഇതെല്ലാം നടപ്പിലാക്കുന്നത് ശീലത്തിലൂടെയാണ്. നാം ഈ ആരംഭശൂരത്വം പോലെ ഒരു കാര്യം തുടങ്ങി വയ്ക്കും, 1-2 ദിവസം കൊണ്ടുപോകും, പിന്നെ അത് അങ്ങ് തഥൈവ അതില്ലാതായി പോവുകയാണ്. ആയതിനാൽ ഈ ഒരു വിഷയം, ചെറിയ വിഷയം, ഈ പകുതി ഗ്ലാസ് വെള്ളം ഉണ്ട്, പകുതി ഗ്ലാസ്സേ ഉള്ളൂ എന്ന് പറയാതെ പകുതി ഗ്ലാസ് വെള്ളമുണ്ടല്ലോ, പാതി ഉണ്ടല്ലോ, കുടിക്കാമല്ലോ, സന്തോഷം, താങ്ക് യു, ആ ഒരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോയാൽ അന്നേ ദിവസം തീർച്ചയായിട്ടും സന്തോഷമുള്ളതായി പരിണമിക്കും എന്നുള്ളതിൽ തർക്കമില്ല. നമസ്കാരം.